ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഏപ്രിൽ മാസം 7-ാം തീയതി. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ലേവ്യ പുസ്തകം 3-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് സമാധാനയാഗമാണ്. സമാധാനയാഗത്തിൽ യാഗമൃഗത്തെ മുഴുവൻ ദഹിപ്പിക്കുകയില്ല. യാഗം കഴിക്കുന്നതായിരിക്കുന്ന വ്യക്തിക്ക് ആ മൃഗത്തിലെ മാംസത്തിൽ നിന്ന് ഒരു ഭാഗം അവനുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ദഹിപ്പിക്കുന്നുള്ളൂ. കൂട്ടായ്മയുടെ ഒരു മനോഹരമായിരിക്കുന്ന ചിത്രമാണ് സമാധാനയാഗം നൽകുന്നത്. യാഗം കഴിക്കാനായിട്ട് വരുന്ന ആൾ ചില ഭാഗങ്ങൾ ദഹിപ്പിച്ച് കളഞ്ഞ ശേഷം ബാക്കിയുള്ളതിൽ ഒരു പങ്ക് അവന് കിട്ടുന്നു, ഒരു പങ്ക് പുരോഹിതന് പോകുന്നു. അങ്ങനെ ദൈവവും ദൈവത്തിൻ്റെ മക്കളും തമ്മിൽ ഉള്ളതായിരിക്കുന്ന കൂട്ടായ്മയുടെ ആ ഫെലോഷിപ്പിൻ്റെ വലിയൊരു ചിത്രമാണ് ഈ സമാധാനയാഗം എന്ന് പറയുന്നത് കാണിക്കുന്നത്. ഈ സമാധാനയാഗത്തിൻ്റെ അതിപ്രധാനമായ ഒരു പ്രമാണമെന്ന് പറയുന്നത് യാഗം കഴിക്കപ്പെടുന്ന മൃഗത്തിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ അത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ച് കളയണമെന്നുള്ളതാണ്. അതൊക്കെ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടാണ് കണക്കാക്കുന്നത്. മേധസ്സെല്ലാം ദഹിപ്പിക്കണം, മൂത്രപിണ്ഡം രണ്ടും ദഹിപ്പിക്കണം, കരളിന്മേലുള്ള വപ ദഹിപ്പിക്കണം. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഹാനികരമായതൊക്കെയും എന്ന് പറയട്ടെ, ഹാനികരമായതൊക്കെയും യാഗപീഠത്തിന്മേൽ കത്തിച്ച് കളയണം. മനുഷ്യനത് ഭക്ഷിക്കുവാനായിട്ട് പാടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ കരുണയാണ്. ഒരു ജന്തുവിന് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് അതിൻ്റെ കരളിലും കിഡ്നിയിലും ഇങ്ങനെ ഉള്ള അവയവങ്ങളിലൊക്കെയാണതുള്ളത്, ആന്തരിക അവയവങ്ങളിലൊക്കെയാണതുള്ളത്. അപ്പോൾ അതൊക്കെ കത്തിച്ച് കളയണം, അതൊക്കെ ഉപേക്ഷിക്കണം, ദഹിപ്പിച്ച് കളയണമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള നന്മയാണത് കാണിക്കുന്നത്. തന്നെ ആരാധിക്കുന്ന മക്കൾ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ദൈവം കരുണയുള്ളവനാണ്, ദൈവം ചിന്തിക്കുന്നവനാണ്. ദൈവം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് കണ്ടു. മേധസ്, രക്തം ഇതൊന്നും ഭക്ഷിക്കാൻ പാടില്ല. കൂടാതെ രക്തത്തിൻ്റെ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കുന്ന അവയവങ്ങളാണ് വൃക്കകൾ, കരൾ മുതലായവയൊക്കെ. അതൊക്കെ കത്തിച്ച് കളയണം. കാരണം രക്തത്തിലുള്ളതായിരിക്കും അണുക്കളൊക്കെയും അവയിലുണ്ട്. യാതൊരു വിധത്തിലും യാഗത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവർ അത് നിമിത്തം രോഗികളാകുവാൻ പാടില്ല എന്നതാണ് ദൈവത്തിൻ്റെ പ്രമാണമെന്ന് പറയുന്നത്. അത് നമ്മെ സംബന്ധിച്ചും വളരെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന പ്രമാണമാണ്. ദൈവാസന്നിധിയിൽ ആരാധിക്കാൻ വരുന്നവരെ ആരാധന നമുക്കൊരു ശാപമായിട്ട് തീരാൻ പാടില്ല. ആരാധന നമുക്കൊരു ശാപമായിട്ട് തീരാൻ പാടില്ല. 1 കൊരിന്ത്യർ 11-ാം അധ്യായമൊക്കെ നാം വായിക്കുമ്പോൾ അറിയാം, 10-11 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അറിയാം, കർത്താവിൻ്റെ മേശയെന്ന് പറയുന്നത് നമുക്ക് അനുഗ്രഹത്തിന് വേണ്ടി തന്നിരിക്കുന്നതാണ്. അനുഗ്രഹപാത്രമെന്നാണ് പറയുന്നത്. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം എന്നാണ് പറയുന്നത്. പക്ഷേ അത് നിമിത്തം പലർക്ക് രോഗവും, ചിലർക്ക് ബലഹീനതയും, ചിലർ മരണവും ഭരിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല കർത്താവിൻ്റെ മേശയെ പങ്കെടുത്തിട്ട് അവൻ ചത്തുപോയി എന്ന് പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. പക്ഷേ നമുക്കറിയാം, അഗ്നി കത്തിച്ച് കഴിഞ്ഞാൽ അത് മരണത്തിന് പോലും ഇടയാകും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ആരാധനകൾ നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകണം. അതെ, ആരാധന അനുഗ്രഹത്തിന് കാരണമാകണം. ആരാധനയിൽ ഏറ്റവും ഉത്തമമായത് ദൈവത്തിന് നൽകണമെന്നാണ്. മാംസത്തിന് സ്വാദം നൽകുന്ന മേധസ്സാണെന്ന് എല്ലാവർക്കും അറിയാം. നെയ്യില്ലാത്തതായിരിക്കുന്ന, ഒട്ടും നെയ്യില്ലാത്ത ഇറച്ചിക്ക് രുചിയില്ലെന്ന് പറയാറുണ്ട് ആളുകൾ. അത് ശരിയാണ്. മേധസ്സില്ലാത്ത മാംസം ആളുകൾക്ക് ഇഷ്ടപ്പെടാറില്ല. എന്നാൽ മൃഗത്തിൻ്റെ മേധസ് ആസ്വാദികരമാണെന്ന് തോന്നിയാലും ആരോഗ്യത്തിന് നന്നല്ല എന്നിപ്പോൾ വൈദ്യന്മാർ, ഡോക്ടർമാരെല്ലാം പറയുന്നുണ്ട്. ഫാറ്റ് ഈസ് നോട്ട് ഗുഡ് എന്ന് പറയാറുണ്ട്. കൊളസ്ട്രോളൊക്കെ അതിലാണല്ലോ, LDL എവിടെയാണ് ഉള്ളത്. അതുകൊണ്ട് ദൈവം വെച്ചൊരു പ്രമാണമാണ് മേധസ് യഹോവയ്ക്കുള്ളതാകുന്നു, നിങ്ങൾക്കുള്ളതല്ല, എനിക്കുള്ളതാണ്. എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ കത്തിച്ച് കളഞ്ഞേക്കണം. ദൈവത്തിലുള്ളതൊക്കെ കത്തിച്ച് കളഞ്ഞേക്കണമെന്നാണ്. മേധസ്സും അങ്ങനെയുള്ളതെല്ലാം കത്തിച്ച് കളയുക. കാരണം മനുഷ്യത് ഭക്ഷിക്കാൻ പാടില്ല. ആരാധകൻ ആരാധിക്കുന്നത് കൊണ്ട് അവൻ്റെ ആരോഗ്യത്തിന് ഒരുവിധമായ ദോഷവും വരുമെന്നുള്ള കാര്യം ദൈവത്തിന് വളരെ നിഷ്ഠമാണ്. മാംസമാണെങ്കിലും അതിലെ ഫാറ്റ് മുഴുവൻ ബേൺ ചെയ്തതിന് ശേഷം വേണം. ഏലിയുടെ കുറ്റം എന്തായിരുന്നു? ഏലിയുടെ മക്കൾ പറഞ്ഞത്, യാഗാർത്ഥി പറയും മേധസ് ദഹിപ്പിച്ചതിന് ശേഷം ഇഷ്ടമുള്ളിടത്തോളം പറയും. ഇല്ല. അപ്പോൾ ഏലിയുടെ മക്കൾ പറഞ്ഞു അങ്ങനെയല്ലെന്ന് പറഞ്ഞു. പുരോഹിതന് പച്ച ഇറച്ചി വേണമെന്ന് പറഞ്ഞു. അവൻ മേധസിനാണെന്ന് പറഞ്ഞു. ഏലിയെക്കുറിച്ച് പറയുന്ന വളരെ വളരെ വണ്ണം കൂടി, വളരെ വലിപ്പം കൂടി, എഴുന്നേക്കാൻ വയ്യാത്തവൻ, അവസാനം പുറമോട്ട് മറിഞ്ഞ കഴുത്തൊടിഞ്ഞൊക്കെയാണല്ലോ മരിക്കുന്നത്. എത്ര കഷ്ടകരമായിരിക്കുന്ന അവസ്ഥയാണ്. മേധസ് ദഹിപ്പിക്കാത്ത ഇറച്ചി കൊണ്ടുവന്ന് അതിൻ്റെ മേധസ്സോടുകൂടെ പാചകം ചെയ്ത് കഴിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ കൊളസ്ട്രോളും മറ്റുമൊക്കെയായ ഹാർട്ടും ഒക്കെ പോവും. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ച് അവർ ആരോഗ്യവാന്മാരായിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ ഒരുപാട് ആഹാരപരമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. മാംസമാണെങ്കിലും മത്സ്യമാണെങ്കിലും എന്ത് സാധനങ്ങളാണെങ്കിലും അത് ഇന്നത് ഭക്ഷിക്കാം, ഇന്നത് ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്നെങ്കിൽ തന്നെ ഇങ്ങനെ വേണം, അതിങ്ങനെ കഴുകണം, ഇന്നതൊക്കെ കത്തിച്ച് കളയണം, ഇന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നൊക്കെ പറയുന്നത് എത്രയാണ്. ഇന്നും അങ്ങനെ എല്ലാവരും പറയും ഗ്രിൽഡായിട്ടുള്ളതായിരിക്കുന്ന മാംസം വളരെ നല്ലതാണ്. ഗ്രിൽഡ്, കാരണം ഗ്രില്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തീയിൽ ചുടുമ്പോൾ അതിലെ മേധസ് മുഴുവൻ ഉരുക്കി താഴേക്ക്
നരകത്തിലേക്ക് പോകും. ആ ഇറച്ചി നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഈ മേധസ് യഹോവയ്ക്കുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ദൈവം മേധസ് നിന്നാണ് ജീവിക്കുന്നതെന്നുള്ള അർത്ഥത്തിലല്ല. മനുഷ്യന് കേടുവരുന്നതായിരിക്കുന്ന മേധസ് മനുഷ്യന് ഉപയോഗിക്കാൻ പാടില്ല. മാംസത്തിന് സ്വാദ് വരുത്തുന്നു എന്ന് ചിന്തിക്കുന്നതായിരിക്കുന്ന മേധസ് വേണ്ട. ആ സ്വാദ് നിങ്ങൾക്ക് ആവശ്യമില്ല. നമുക്ക് എൻജോയ്മെൻ്റ് എന്ന് പറയുന്ന പല കാര്യങ്ങളും നല്ലതല്ല കേട്ടോ. ഇന്ന് ലോകത്തിൽ എൻജോയ്മെൻറ്റിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ്. ഇന്നത്തെ യൂട്യൂബിൽ നോക്കിയാൽ എന്തെല്ലാം കാര്യങ്ങളാണ് കിടക്കുന്നത്. നമ്മുടെ ടി വിക്കകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്. എൻജോയ്മെൻറ്റ് അതാണ് ഇന്നത്തെ മുദ്രാവാക്യം. എൻജോയ് ലൈഫ് എന്നാണ് പറയുന്നത്. ലൈഫ് എൻജോയ് ചെയ്യണം, പക്ഷേ ശുദ്ധമായ എൻജോയ്മെൻറ്റാണ് വേണ്ടത്. ക്ലീൻ ആൻഡ് പ്യുവർ എൻജോയ്മെൻറ്റ്. ദൈവം അങ്ങനെയാണ് ദൈവവചനത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് ആഹാരം വേണം, നിങ്ങൾക്ക് മാംസം വേണം, മാംസം നല്ലതാണ്, ബട്ട് ഇറ്റ് ഷുഡ് ബി ക്ലീൻ ആൻഡ് ഹെൽത്തി. അത് ശുദ്ധവും ആരോഗ്യകരവുമായിരിക്കണം. അങ്ങനെയുള്ളത് വേണം. അപ്പോൾ ദൈവം വിലക്കിയ യാതൊന്നും അനുഭവിക്കരുത്. നമുക്ക് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ഏറ്റവും നല്ലത് ദൈവം അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നാം തൃപ്തരാകണം. ദൈവം അനുവദിച്ചതുകൊണ്ട് നാം തൃപ്തരാകുന്നില്ലെങ്കിൽ എന്തോ പ്രശ്നം നമുക്കുണ്ട്. ദൈവം നമ്മോട് കഴിച്ചുകൊള്ളാൻ പറഞ്ഞ കാര്യങ്ങൾ കഴിച്ചിട്ട് നമുക്ക് തൃപ്തി വരുന്നില്ല. ദൈവം കഴിക്കരുതെന്ന് പറഞ്ഞുകൂടെ കഴിച്ചെങ്കിലേ തൃപ്തി വരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് പ്രശ്നമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ട്. ദൈവമായിട്ട് നമ്മുടെ ബന്ധം ശരിയല്ല. നമുക്ക് റിബല്യസ് സ്പിരിറ്റ് ഉണ്ട്. അരുതെന്ന് ദൈവം പറഞ്ഞതിനെ വേണമെന്ന് പറയുന്നതായിരിക്കും ഒരു മനുഷ്യൻ ഒരിക്കലും ദൈവസന്നിധിയിൽ നേരുള്ളവനല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ ലേവ്യ പുസ്തകം 3-ാം അധ്യായത്തിലെ സമാധാന യാഗത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും യാഗം കഴിക്കാൻ വരുന്ന ആൾ കൂട്ടായ്മ, ദൈവവും മനുഷ്യനുമായുള്ള കൂട്ടായ്മയുടെ നല്ല ചിത്രമാണ്. ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മയുടെ നല്ല ചിത്രമാണ്. അത് യാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന പുരോഹിതന്മാരും യാഗം കഴിക്കുന്ന യാഗാർത്ഥികളും തമ്മിലുള്ള കൂട്ടായ്മയുടെ നല്ല ദൃഷ്ടാന്തമാണ്. അതെല്ലാം ശുദ്ധമായിരിക്കണം, അതൊക്കെ ഹെൽത്തി ആയിരിക്കണം. ഹെൽത്തി ഫെലോഷിപ്പ്, ആരോഗ്യകരമായിരിക്കുന്ന കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു പ്രയോഗം, അതാണ് ഈ അധ്യായത്തിലെ പ്രധാനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ ആരോഗ്യത്തിന്, ആത്മീയ ആരോഗ്യത്തിന് ദൈവം വിലക്കിയതൊന്നും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് ബാക്കിയൊക്കെ മതി. നമ്മളങ്ങനെ പറയണം, നമ്മുടെ മക്കളോട് പറയണം, മക്കളെ ദൈവം വിലക്കിയത് നമുക്ക് വേണ്ട, അതിൻ്റെ രസം നമുക്ക് കുറച്ച് മതി. ദൈവം വിലക്കിയതാണെങ്കിൽ അത് എത്ര തമാശ ആണെങ്കിലും അത് ദോഷകരമായിരിക്കും. അതിന് യാതൊരു, ദൈവം കത്തിച്ച് കളയണമെന്ന് പറഞ്ഞാൽ കത്തിച്ച് കളയാൻ നാം കഴിച്ചാൽ അത് നമ്മൾ കത്തിച്ച് കളയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ മാനിച്ച് നമുക്ക് ശുദ്ധമായ ജീവിതം ജീവിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.